അപ്പൊ ഇതാണ് നമ്മളെ ആള് കേട്ടോ, അടിമുട്ടാണ് കേട്ടോ. ശരിക്ക് ഇതാണ് ടൂറിസ്റ്റ് പ്ലേസ്, ശരിക്കുള്ള ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നതാണ്. ഇതാണ് ആള്. ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കണ്ടുമുട്ടുന്നതാണ്. കണ്ണെടുക്കാൻ തോന്നില്ല, കണ്ണ് ചിമ്മാൻ തോന്നില്ല. ഗുഹകൾ നമുക്ക് ഒരു പുത്തരിയല്ല. സാന്റപ്പോ ഒന്നും നോക്കാല്ലേ, അടിപൊളി കിച്ചൺ, 3 കിച്ചന്. ഈ കാഴ്ചയിലൂടെ നമ്മൾ തുടങ്ങിയാണ് നമ്മളെ കാഴ്ചകൾ. അപ്പം അന്റാർട്ടിക്ക യാത്രയൊക്കെ വളരെ സക്സസ് ആയി കൈകാര്യം ചെയ്ത ഒരാളാണ്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ഇതാണ് കേട്ടോ, ഈ ഫ്ലൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു 5 ടൈപ്പ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറുന്നത്. ഇവിടെയൊക്കെ നടന്നു പോക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ ഗുഡ് മോർണിംഗ്, നമസ്കാരം. എന്താ വിശേഷം? ഇവിടെ മോർണിംഗ് ആട്ടോ, ഇരുട് കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? നമ്മളെ മലബാർ ടു ലണ്ടനിലെ യാത്രകളൊക്കെ അവസാനിപ്പിച്ചു. ഇപ്പോൾ ലണ്ടനിൽ തന്നെ ലൂട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഞാൻ പുതിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം കേട്ടോ. ഒന്നും മുമ്പുണ്ടായിരുന്ന പ്ലാനല്ല, ഇപ്പം ഇവിടെ എത്തിയപ്പം ഇവിടെ നിന്നും തോന്നിയതാണ്. നമ്മളൊരു സുഹൃത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ആ സുഹൃത്തിനെ കാണുകയും, സ്കോട്ട്ലൻഡ് എഡിൻബർഗിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, അവിടെ ഒന്ന് പോവുകയും എന്ന ഉദ്ദേശത്താലാണ് ഇപ്പോൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ലോട്ടൺ എയർപോർട്ടിൽ നിന്നും എഡിൻബർഗ് എയർപോർട്ടിലേക്ക് 1.5 മണിക്കൂറിൻ്റെ ഒരു യാത്ര. അവിടെ 2-3 ദിവസം. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ആൾ നമ്മളെ യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലും ഹിറ്റായിട്ടുള്ളൊരു വ്യക്തിയാട്ടോ. നമ്മൾ അതേയുള്ള എൻ്റെ സുഹൃത്താണ്. അപ്പോൾ നമ്മൾ എഡിൻബർഗ് സാന്റപ്പൻ ട്രിപ്പ്, സാന്റപ്പൻ എന്നാണ് ആളുടെ പേര്, ട്രാവലിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകെ ഞാൻ ഈ യാത്രേൻ്റെ പ്രത്യേകതയും ഈ യാത്രയ്ക്ക് ഉണ്ടായ കാരണങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കട്ടോ. അപ്പോൾ നമ്മളെ പുതിയൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് അവസ്ഥ. അവിടെ മേലെ നമ്മളെ എയർപോർട്ടിൻ്റെ ലാൻഡിങ്ങൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഞാൻ ബസ്സിനാണ് പോകുന്നത്. 3 പൗണ്ട് ഇവിടുന്ന് എയർപോർട്ടിലേക്കുള്ള ബസ്സിന് 1 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. 8:45 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ എമിഗ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, പിന്നെ ഇരുടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ലേറ്റായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മളെ എഡിൻബർഗ്, സ്കോട്ട്ലാൻഡ്, അവിടേക്കുള്ള യാത്ര സാന്റപ്പൻ ട്രാവലിസ്റ്റ. ബാക്കിയൊക്കെ കണക്ടിവിറ്റി ആക്കി തരാം കേട്ടോ. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വ്യത്യസ്തമായ എപ്പിസോഡായിരിക്കും. സ്വാഗതം. ഇവിടെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരുന്ന സ്ഥലത്ത് ഒരുപാട് ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കമ്പനികളാട്ടോ. ഫ്ലൈറ്റിൻ്റെ സർവീസായിട്ട് ബന്ധപ്പെട്ടിട്ടും പിന്നെ അതിൻ്റെ മെയിൻ്റനൻസായിട്ട് ബന്ധപ്പെട്ടിട്ടും വലിയ കമ്പനികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇപ്പം ഞാൻ താമസിച്ച സ്ഥലം അവിടെ ഒരു എമിഗ്രേഷനിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ലോട്ടൺ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളുമായിട്ട് ഉള്ള വലിയൊരു സ്ഥലമാണ് കേട്ടോ അത്. പക്ഷേ റൂറൽ ഏരിയയാണ്. ഇതാണ് ശരിക്കും നമ്മളെ സ്ഥലം കേട്ടോ. അപ്പം ഇവിടെ ലണ്ടനിൽ ഉള്ള ആൾക്കാർക്ക് അറിയാം. അതല്ലാത്തവരും ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും സ്ഥലം. കാരണം സ്ഥലങ്ങൾ ഏതാണെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇന്നലെ കാണിച്ച പോലെ, ഞാൻ ഇന്നലെ കാണിച്ചതിലുണ്ടാവില്ലല്ലോ, നമ്മളെ മുന്നത്തെ എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു അടിപൊളി ബസ് സ്റ്റോപ്പാണ് കേട്ടോ ഇവിടെ. ഇത് കണ്ടെങ്കിൽ F70 എന്ന് പറഞ്ഞ ബസ് ലോട്ടൺ എയർപോർട്ടിലേക്ക് 19 മിനിറ്റിലെത്തും. F77 ലോട്ടൺ എയർപോർട്ടിലേക്ക് 7:21 വരുന്നത്, 6:56 വരുന്നത്. അങ്ങനെ ബസ്സിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ ഇവിടെ. ഇപ്പോൾ ഞാനിതിൽ ലോട്ടൺ എയർപോർട്ട് F70 19 മിനിറ്റിൽ വരുന്ന ആ ബസ്സിന് വേണ്ടി കാത്തിക്കണം. അങ്ങനെ നമ്മൾ ടൈം ഇതാ 1 മിനിറ്റ് ഇനി വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ കണ്ട ബസ് വരുന്നത് ഇവിടെ കറക്റ്റ് ടൈമിന് ബസ് എൻട്രി ആവും കേട്ടോ. അതാണ് വലിയൊരു പ്രത്യേകത. 1 മിനിറ്റ് മുന്നേയും പോവില്ല,
ഒരു മിനിറ്റ് ലേറ്റ് ആവുകയില്ല. അത്ര ഷാർപ്പായിട്ടായിരിക്കും ഇവിടെ വരിക കേട്ടോ. അങ്ങനെ നമ്മളെ ബസ്സിലേക്ക് കയറുകയാണ്. കണ്ടില്ല നിങ്ങൾ, ലോട്ടൺ എയർപോർട്ട്. നമ്മളെ ബസ്സിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്, ലണ്ടൻ ലൂട്ടൺ എയർപോർട്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഓനെ നമ്മൾ പോകാൻ പാടില്ലാത്തൊരു വഴിക്ക് കടന്നപ്പോൾ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞാണ്. ഓൻ്റെ വിചാരം ഞാനെന്തോ ഓവർടേക്ക് ചെയ്ത് പോകാമെന്നാണ്. എനിക്കറിയായിട്ടല്ലേ, ഇതൊക്കെ സാധാരണ അല്ലേ. ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിലെത്തി. ഇനിയിപ്പം നമ്മൾ ഇവിടെ ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക്കിലേക്ക് പോവുകയാണ്. ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നേരം വെളുത്ത് വരുന്നത്. സമയം എത്രയെന്നറിയോ? 7:15. 7:15 നേരം വെളുത്ത് വരുന്നുള്ളൂ. നോർമലി ഇവിടെ നേരം ഫുൾ വെളുക്കാൻ 8 മണിയാവും. ഒരു 5 മണിക്ക് ഇരുടായി 8 മണി. അപ്പോൾ എത്രയായി? 12-15 മണിക്കൂറാണ് നൈറ്റ്. ബാക്കി 9 മണിക്കൂറേ സംഭവം നമുക്ക് ഇതുള്ളൂ കേട്ടോ ഇവിടെ പകൽ. അങ്ങനെ നമ്മൾ ലൂട്ടൺ എയർപോർട്ടിലാണ്. നമ്മൾ എഡിൻബർഗിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. സെക്യൂരിറ്റി ചെക്കിൽ പോവുകയാണ്. അപ്പോൾ നമ്മളെ ഈ യാത്ര അടിച്ചു പൊളിക്കണം നമുക്ക്. എഡിൻബർഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ വീഡിയോ ഒന്നും അറിയില്ല. ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഐഡിയയിലുള്ള കാഴ്ചകളുണ്ടാവും. നമ്മൾ കാണാൻ പോകുന്നത് സാൻഡപ്പൻ, ഒരു യൂട്യൂബർ, നമ്മളൊരു സ്വന്തം പയ്യനാണ്. അവനെയും കൂടി കാണാനുള്ളൊരു യാത്രയാണ്. ഈ യാത്രേൻ്റെ ഇടയിൽ നമുക്ക് എല്ലാ രീതിയിലും അടിച്ചു പൊളിക്കണം. പുതിയ പുതുമകളെ നമുക്ക് കൊണ്ടുവരണം. അതാണ് ഈ യാത്രേൻ്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ യാത്രേൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി പുതിയ എന്താ പറയുക അച്ചീവ്മെൻറ്റുകൾ നമുക്ക് എടുക്കണം. യാത്ര നമുക്ക് പുതിയ രീതിയിലുള്ളൊരു യാത്രയിലേക്കായിരിക്കണം നമ്മളെ പോക്ക്. അതിനുള്ള സപ്പോർട്ട് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോവുകയാണ്. ബൈ. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എമിഗ്രേഷൻ ഇല്ല, കാരണം നമ്മൾ ബ്രിട്ടൻ്റെ ഭാഗം തന്നെയാണ്, UK ഭാഗം തന്നെയാണ് സ്കോട്ട്ലാൻഡ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ക്യാപിറ്റലാണ് എഡിൻബർഗ്. അവർ വേറെ രാജ്യം ആവണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും ബ്രിട്ടൻ്റെ അണ്ടറിലാണ്. അപ്പോൾ നമ്മൾ എമിഗ്രേഷൻ ഇല്ലാതെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അടിപൊളി സെക്യൂരിറ്റി ചെക്കിംഗ് കേട്ടോ. അതായത് ഒരു 5 ടൈപ്പ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറുന്നത്. ഞാനിപ്പോൾ ഇതുവരെ കണ്ട സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ഏറ്റവും ടോപ്പ് സിമ്പിളായിട്ടുള്ള ഏറ്റവും അടിപൊളി ടെക്നോളജിയുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് കേട്ടോ ഇവിടുത്തേത്, ലൂട്ടൺ എയർപോർട്ട്. അങ്ങനെ നമ്മൾ ഡ്യൂട്ടി ഫ്രീ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള സ്ഥലം. ഓക്കെ, നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഓരോരോ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസാണ്, ഫൈനൽ കോള്, ബോർഡിങ് നടക്കുന്നതൊക്കെയാണ്. അപ്പം നമ്മളത് ഇതാ EasyJet ആണ്, 8:45 എഡിൻബർഗ്. ഓക്കെ, ഗേറ്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. ഇനി ഗേറ്റ് കാണിക്കുമ്പോൾ നമ്മൾ ആ ഗേറ്റിലേക്ക് പോകും കേട്ടോ. ഇതാണ് നമ്മളെ എയർപോർട്ടിലെ സിസ്റ്റം. ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എക്സ്പീരിയൻസിലൂടെ മാത്രം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോന്ന് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട സംഗതികളൊക്കെ കേട്ടോ. ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇപ്പോഴത്തെ റൂൾസ് പ്രകാരം നമ്മൾ ചെറിയൊരു ബാഗ്, അതേപോലെ വേറെ കൂടുതൽ ലഗേജ് എടുക്കരുത്. അതേപോലെ തന്നെയാണ് അവർ നമ്മളെ ഫൈനൽ കോൾ വിളിച്ചോളണമെന്നില്ല, ഗേറ്റിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് പുതിയ റൂൾസ്. നമ്മളില്ലെങ്കിൽ അവർ പോയി എന്ന് വെച്ചിട്ട് നമുക്ക് അടുത്ത ടിക്കറ്റ് എടുക്കേണ്ടി വരും. അതല്ലാതെ അവർ നമുക്ക് ഒന്നും കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. പുതിയ റൂൾസാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ഒരു സെലക്ഷൻ തന്നെ കേട്ടോ. സൺഗ്ലാസ് ഹട്ട്, സൺഗ്ലാസ് ഒരു സംഗതി തന്നെയല്ലേ. റെയ്ബൺ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റെയ്ബണിലെ പല പുതിയ വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസൊക്കെ ഇവിടെ വലിയ പ്രൈസായിരിക്കും. നമ്മൾ ചൈനയിലുള്ളിടത്തോളം കാലം, ഹോങ്കോങ്ങിൽ പോകുന്നിടത്തോളം കാലം വേറെ എവിടെ നിന്നും വാങ്ങണമെന്നില്ല. ബ്രാൻഡും ഹൈ ക്വാളിറ്റിയും നല്ലതും ഒക്കെ വിടക്കും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ ഈ ഹോങ്കോങ് ആൻഡ് ചൈന. അതുകൊണ്ട് നമ്മൾ ലോകത്തിൽ വേറെ എവിടെ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല. ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പുതിയ ഒരു വലിയ സൗകര്യങ്ങളാണ് ഇവിടെ. ഭയങ്കര റഷാണ് ലണ്ടനിൽ, പക്ഷെ ഒക്കെ സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് ഒന്നിനും ഒരു ഇഷ്യൂസും ഇവിടെ വരാറില്ല. പിന്നെ ലോകത്തിലെ ഏറ്റവും ബ്രാൻഡുകൾ, എല്ലാ ബ്രാൻഡും നിങ്ങൾക്ക് ലോകത്തിൽ നിങ്ങളൊരു പുതിയ ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ല ഏറ്റവും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉണ്ടെങ്കിൽ ലണ്ടൻ കഴിഞ്ഞിട്ടേ എവിടെ ഇപ്പോഴും ഉള്ളൂ കേട്ടോ. ആ ലണ്ടൻ്റെ ആധിപത്യം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പ്രൗഢിത്തരം എല്ലാ രീതിയിലും ഇപ്പോഴും നിലനിൽക്കുകയാണ് ലണ്ടൻ, UK. അങ്ങനെ നമ്മൾ ഒരു ഡൊമസ്റ്റിക് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഡൊമസ്റ്റിക് ഭാഗത്ത് അത്രയും ട്രാവലേഴ്സ്, കൂടാതെ എല്ലാ ബ്രാൻഡ് സൗകര്യങ്ങൾ, അങ്ങനെ വേണ്ട നമുക്ക് എല്ലാ സംഗതി കേട്ടോ സെറ്റപ്പാണ്.
ഗേറ്റ് നമ്പർ 7 നമുക്ക് ഗേറ്റ് എഡിൻബർഗിലേക്കുള്ളത്. ഇപ്പം നമ്മൾ ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് നമുക്ക് 1.5 മണിക്കൂർ ട്രാവലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മളെ UK ഭാഗം തന്നെയാണ് ഇത്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമ്മൾ എഡിൻബർഗിലേക്കുള്ള യാത്രയിലാണ്. കണ്ടില്ല നിങ്ങൾ? ഇവിടെയും നമ്മൾ വീഡിയോ എടുക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ഒരു നോട്ടം കിട്ടും. മറ്റുള്ള പോലെ തട്ടുന്നില്ല എന്നുള്ളൂ. സംഭവം എല്ലാവരും ഇങ്ങനെ നോക്കും വീഡിയോ എടുക്കുമ്പോൾ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. കണ്ടില്ലേ നിങ്ങൾ? ഗേറ്റ് നമ്പർ 7 അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എവറിത്തിങ് അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. എന്തെന്നായാലും വെറുതെ എല്ലാ ആൾക്കാർക്ക് UK എന്ത് പറഞ്ഞാലും ലണ്ടൻ്റെ പ്രാന്ത് ഇപ്പോഴും എല്ലാ കുട്ടികൾക്ക് യൂത്തിന് പോലും ഇപ്പോഴും നിലനിൽക്കുന്നത് ഇവിടുത്തെ സെറ്റിങ്സ്, സർവീസ്, ബിഹേവിങ്, ഒരു സിസ്റ്റമാറ്റിക് സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ പോലും. എൻ്റെ സ്വഭാവം മോശം സ്വഭാവമാണെങ്കിൽ പോലും ഇവിടുത്തെ സംബന്ധിച്ചോളം ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് പെരുമാറേണ്ട. ആ സിസ്റ്റം പെരുമാറണം, ഇല്ലെങ്കിൽ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. എഡിൻബർഗിലേക്കുള്ള ബോർഡിങ് സ്റ്റാർട്ടായിട്ടോ ഫ്ലൈറ്റിലേക്ക്. ഇവിടെ വേറൊരു സംഗതി, നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാട്ടോ. സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ബഡ്ജറ്റ് എയർലൈൻസ് ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. സാധാരണഗതിയിൽ തന്നെ ഇങ്ങനെ വന്ന് നിന്ന് ഇവിടുന്ന് ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കയറുകട്ടോ ചെയ്യുന്നത്. EasyJetൻ്റെ ഫ്ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. EasyJetൻ്റെ ഡയറക്ഷൻ ചെയ്യുന്നത് ലണ്ടനിലാണ് കേട്ടോ. ലൂട്ടൺ എയർപോർട്ടാണ് ഓരോ മെയിൻ ബേസിക് എയർപോർട്ട്. അങ്ങനെ കുറേ പ്രൈവറ്റ് സെക്ടർ ഉണ്ട് ഇവിടുന്ന്. അതിലുള്ള ഒന്നാണ് ഈ EasyJet. ബഡ്ജറ്റ് എയർലൈൻസാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് നടക്കാനുള്ള ട്രാക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇവർ സത്യത്തിൽ ഈ ബഡ്ജറ്റ് എയർലൈൻസിനൊക്കെ ഉള്ള അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ അവർ കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്ത് എക്സ്പെൻസ് കുറയാന്നുള്ളതാണ്. അതിൻ്റെ പേരിലൊക്കെയാണ് അവർ റേറ്റ് കുറയ്ക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ഇതാണ് കേട്ടോ. ഈ ഫ്ലൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. GZZ EasyJetൻ്റെ. അങ്ങനെ നമ്മൾ എഡിൻബർഗ് എയർപോർട്ടിൽ ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ നടന്നു പോക്ക് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഫ്ലൈറ്റിൽ നമ്മളെ നടന്നു പോക്ക് തന്നെയാണ് കേട്ടോ. എഡിൻബർഗ് എയർപോർട്ടിൽ നമ്മൾ EasyJetൻ്റെ വേറെയും ഫ്ലൈറ്റുകളുണ്ട്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പാത്ത് വേ കൂടി. നമ്മളെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെയാണ് ഈ ആൾക്കാർ ഇറങ്ങുന്നത്. ഇവിടെ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനേ ഉള്ളൂ. നല്ല കാലാവസ്ഥ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. നമ്മൾ ലണ്ടനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്കോട്ട്ലാൻഡ്, എഡിൻബർഗ് നമുക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു കാലാവസ്ഥയായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ എഡിൻബർഗ് എയർപോർട്ട്, ഇത് വലിയ എയർപോർട്ടൊക്കെ തന്നെയാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നമ്മൾ ഡൊമസ്റ്റിക് ഭാഗത്തെല്ലാം തോന്നുന്നു. നമ്മൾ എമിഗ്രേഷനൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്കില്ല. ഭാവിയിൽ മറ്റൊരു രാജ്യം ചിലപ്പം ആകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പലവട്ടവും ഇവർ UK ആയിട്ട് വിഭജിക്കാൻ നിന്നിട്ട് എന്തൊക്കെയോ രീതിയിൽ സോൾവ് ആക്കിയ ഒരു ഭാഗമാണ് കേട്ടോ സ്കോട്ട്ലാൻഡ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇവർ ശരിക്കുള്ള ഇംഗ്ലീഷുകാർ തന്നെയാണ്. നമ്മൾ ഡൊമസ്റ്റിക് അറൈവലിൻ്റെ എക്സിറ്റാണ് കാണിക്കുന്നത്. ഈ എമർജൻസി എന്ന് പറയുന്ന അതിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എഡിൻബർഗിൽ നമ്മൾ ഒന്ന് കാണാൻ വരുന്നതാണ്. 2 ഞാൻ ഇതുവരെ വന്നിട്ടില്ല. 2 നമ്മളെ സ്വന്തം ദോസ്ത്, നമ്മളെ സ്വന്തം പയ്യൻ സാൻഡപ്പൻ, ട്രാവലിസ്റ്റ, ലോകായ ലോകങ്ങൾ കറങ്ങി US-ലും ബ്രസീലിലും ആമസോണിലും കൂടാതെ അന്റാർട്ടിക്ക വരെ പോയ ഒരു അടിപൊളി യൂട്യൂബറാണ്. നമുക്ക് കുറേ പ്ലാനുകളും കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം ഞാൻ യാത്ര ഇല്ലാത്തൊരു സമയത്ത് കൂടി യാത്ര ചെയ്ത് 10-15 വർഷത്തെ യാത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എനിക്ക് യൂട്യൂബ് എക്സ്പീരിയൻസാണ് കുറവ്. അപ്പം ഞാൻ
യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം ഒരുമിച്ചൊരു യാത്ര കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ആൾ US-ലും ലണ്ടനിലും അവിടെ ഇവിടെ ആമസോണിലും അന്റാർട്ടിക്കയിലൊക്കെ ആയിട്ടായിരുന്നു. അപ്പം അന്റാർട്ടിക്ക യാത്രയൊക്കെ വളരെ സക്സസ്സായി കൈകാര്യം ചെയ്ത ഒരാളാണ്. അപ്പം നമ്മളെ യാത്ര എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എന്തായാലും വളരെ ഹാപ്പിയിലാണ്. നിങ്ങളൊക്കെ ഉണ്ടാവുക ഒരു വ്യത്യസ്തമായ കൂട്ടുചേരലായിരിക്കും. നിങ്ങൾക്കൊക്കെ നല്ല അനുഭവങ്ങളും ആയിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മളോട് രണ്ടാളോടൊപ്പം സ്നേഹത്തോടു കൂടി ഉണ്ടാവുക. അങ്ങനെ നമ്മൾ എഡിൻബർഗ് പുറത്തെത്തി. കണ്ടില്ല നിങ്ങൾ? എഡിൻബർഗ് കാലാവസ്ഥ നല്ലതായതുകൊണ്ട് ഒരു സമാധാനം. നല്ലത് പറഞ്ഞാൽ തണുപ്പ് കുറവൊന്നുമല്ല, തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു കാലാവസ്ഥ അല്ലേ, കാണാനൊക്കെ ഇതാ വെളിച്ചവും കാര്യമൊക്കെ ഉണ്ട് തണുപ്പുണ്ടെങ്കിലും. അങ്ങനെയാണ് നമ്മൾ എഡിൻബർഗിൻ്റെ എയർപോർട്ടിൻ്റെ പുറത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് സിറ്റി സെൻറ്ററിലേക്ക് 5 പൗണ്ടാണ്. ഡബിൾ തട്ട് ബസ്സാണ്, അടിപൊളിയാണ്. ഇവിടെ ലണ്ടനിന് നമ്മൾ UK പറയുന്നത് പോലെ തന്നെ എല്ലാം സൈലൻ്റാണ്. പക്ഷേ എല്ലാ സർവീസും അടിപൊളി സെറ്റപ്പായിരിക്കും. ദാറ്റ് ഈസ് ബ്രിട്ടൻ ആൻഡ് ലണ്ടൻ, നോട്ട് ലണ്ടൻ, UK. ഇപ്പം നമ്മൾ സ്കോട്ട്ലാൻഡിലാണുള്ളത്. സ്കോട്ട്ലാൻഡിലെ കാഴ്ചകളുമായി നമുക്ക് 2 ദിവസം അടിച്ച് പൊളിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്, നല്ല കാലാവസ്ഥയാണ്. നമ്മുടെ നാട് പോലെയോ അല്ലെങ്കിൽ ചൈന പോലെയോ നമുക്ക് തിരക്ക് കാണാൻ കഴിയില്ല. അത് UK ഒരു പ്രത്യേകതയാണ്. എന്നാൽ എല്ലാ ഫെസിലിറ്റിയും സെറ്റപ്പുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ UK നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എഡിൻബർഗ്, ഗ്ലാസ്ഗോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ. അവിടേക്കാണ്. അത് പഴയകാല ചരിത്രങ്ങൾ നമുക്ക് ഒന്നുകൂടി നാച്ചുറലായിട്ട് കാണാൻ പറ്റുന്ന UK പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ സ്കോട്ട്ലാൻഡ് വേറെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം. ചരിത്രങ്ങൾ, UK എല്ലാ ചരിത്രങ്ങളും നിലനിൽക്കുന്ന ഒരു ഭാഗം കൂടിയാണ് നമ്മളീ കാണുന്ന എഡിൻബർഗും ഗ്ലാസ്ഗോവും ഒക്കെ. ഒരുപാട് അടിപൊളി കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്, ഭംഗിയുള്ള. നമ്മളെ 2 ദിവസത്തെ സമയമൊന്നും ഇവിടെ മതിയാവുമെന്ന് തോന്നുന്നില്ല കാഴ്ചകളിലേക്ക്. നിങ്ങളുടെ കണ്ണുകൾ എന്താ പറയുക, സന്തോഷകരമാക്കുന്ന രീതിയിലുള്ള കാഴ്ചകളായിരിക്കും നമുക്ക് കാണാനുണ്ടാവും കേട്ടോ. കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഗതികളല്ല കേട്ടോ. ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന സ്കോട്ട്ലൻഡിൽ അതാ ട്രാം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ തൊട്ടടുത്ത് കൂടിയ. ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഡിൻബർഗ് കാഴ്ചകൾ അടിപൊളി. അങ്ങനെ നമ്മൾ ബസ്സിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്നിരുന്ന ബസ്. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഫുൾ അതിശയങ്ങൾ തന്നെയാണ്. എയർപോർട്ട് എക്സ്പ്രസ് ബസ്സാണ്. ഈ ബസ്സാണെന്ന് തോന്നുന്നു നമുക്ക് കാണിച്ചത്. ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട് ഇവിടെ, ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാം അടിപൊളി സിസ്റ്റമാണ്. ഇവിടുത്തെ തുടക്കത്തിലൊരു അടിപൊളി കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് തുടർന്ന് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് സാൻഡപ്പനെ കാണാനുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. 2 ദിവസം നമ്മൾ എഡിൻബർഗിൽ നമ്മളെല്ലാം ബെർവിക് അപ്പോൺ ട്വീഡ് ഇതൊക്കെ അറിയുന്നവർക്കറിയാം. ഈ സ്ഥലങ്ങൾക്കൊക്കെ ഉള്ള ഓൾ അതർ റൂട്ട്സ് നോക്കൂ, കാഴ്ചകൾ നോക്കൂ സുഹൃത്തുക്കളെ. എഡിൻബർഗിൻ്റെ കൊടിയാണിത്, അതായത് സ്കോട്ട്ലാൻഡിൻ്റെ. ഇങ്ങനെ പല ചരിത്രങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയത്. ഇത് തന്നെ ഒരു പ്രധാന കാഴ്ചയാണ്. ഈ കാഴ്ചയിലൂടെ നമ്മൾ തുടങ്ങുകയാണ് നമ്മളെ കാഴ്ചകൾ. ചർച്ച് പോലത്തെ ഒരു സ്മാരകമാണിത്. അങ്ങനെ സിറ്റിയിൽ വലിയ റഷൊന്നുമില്ലെങ്കിലും ഫുൾ അടിപൊളിയാണ്. വാഹനങ്ങൾ, ട്രാം, ബസ്, 2-3 പ്രൈവറ്റ് കമ്പനികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടുള്ള ബ്രാൻഡ് കണ്ടില്ല നിങ്ങൾ? ട്രാമും അതേ ലെവലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് എന്താ കാണാനുള്ളത് സുഹൃത്തുക്കളെ? നമ്മളീ കണ്ട കൊടി കണ്ടില്ല നിങ്ങൾ? അത് UK യുണൈറ്റഡ് കിങ്ഡവും മറ്റേത് സ്കോട്ട്ലാൻഡിൻ്റെ ആണ് കേട്ടോ.
അങ്ങനെയാണ് നമ്മളെ ഇവിടുത്തെ അവസ്ഥ. ഒരു ഫ്ലാഗ് ഉണ്ട്. അവർ രാജ്യം വേണമെന്ന് പറഞ്ഞ കഥ ഞാൻ പറഞ്ഞു. അപ്പോൾ അതേപോലത്തെ കുറേ കഥകളും കാഴ്ചകളുമായി നമ്മളെ 2 ദിവസം നമ്മൾ അടിച്ച് പൊളിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കണ്ടുമുട്ടുന്നതാണ്. എവിടെ സാൻ്റപ്പ നിന്നെ കാണാനില്ലല്ലോ കുട്ടി. നിന്നെ കാണാൻ നിൻ്റെ അണ്ണൻ IQ ട്രാവലർ വന്നിരിക്കുന്നു. വേഗം പുറത്ത് വരൂ, നമുക്ക് കണ്ടുമുട്ടാം. കാഴ്ചകൾ മാത്രമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച ഉണ്ടെങ്കിൽ തടിച്ച വലിയൊരു മനുഷ്യനെ കാത്തിരിക്കുക കേട്ടോ. നമ്മൾ കാണാൻ പോകുന്ന ആൾ തടിച്ച് വലിയൊരു മനുഷ്യനാണ്, വയസ്സ് കുറവാണ്. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ആളാണോ അല്ല? എവിടെ നമ്മുടെ പയ്യൻ? എവിടെയാണ് കണ്ടുമുട്ടുക? നമുക്ക് കിട്ടിയ ലൊക്കേഷൻ. അങ്ങനെ സുഹൃത്തുക്കളെ, ഇവിടെ ടൂറിസ്റ്റുകളെ കളിയാണ് കേട്ടോ. ശരിക്ക് ഇതാണ് ടൂറിസ്റ്റ് പ്ലേസ്. ശരിക്കുള്ള ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലണ്ടൻ കുറേ മാറ്റങ്ങൾ വന്നുപോയി. പക്ഷേ സ്കോട്ട്ലൻഡ് ഇപ്പോഴും അതിൻ്റെ പ്രൗഢിയിൽ നിലനിൽക്കുന്ന സ്കോട്ട്ലൻഡിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇനി ഒരുപാട് കാണാൻ കിടക്കുന്ന 2 ദിവസത്തോളം നമ്മൾ അടിച്ച് നിങ്ങൾക്ക് കണ്ണ് കുളിർക്കെ കാഴ്ചകൾ തരുന്നതായിരിക്കും. വെൽക്കം ടു യെസ് ഓൺലി വൺ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ആള് കേട്ടോ. അടിമുട്ടാണ് കേട്ടോ. എന്തൊക്കെയാ വിശേഷങ്ങള്? നീ 50,000 ആയില്ലല്ലോ. 42,700. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് മലബാർ ടു ലണ്ടൻ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചെക്കനിതാ അടിപൊളി ബ്രാൻഡ് ബാഗൊക്കെ ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ. എന്താ കഥ. എഡിൻബർഗ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളോട് പറയാ? എഡിൻബർഗ് കണ്ണെടുക്കാൻ തോന്നില്ല, കണ്ണ് ചിമ്മാൻ തോന്നില്ല. അതാണ് എഡിൻബർഗ്. മ്യൂസിയം ഓഫ് എഡിൻബർഗ്. ഇതാ കണ്ടോളി, ഇതാണ് കേട്ടോ മ്യൂസിയം. നമ്മൾ കാണുന്നതൊക്കെ മ്യൂസിയമാണ് കേട്ടോ. പക്ഷേ അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ സോവനീഴ്സ് ആട്ടോ, ഇവിടുത്തെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റുകൾക്കുള്ള സോവനീഴ്സാണ്. ഇതാണ് എഡിൻബർഗിൻ്റെ ഇത്. എഡിൻബർഗ് എന്ന് പറഞ്ഞാൽ തൊപ്പിയുണ്ട്. നല്ല സ്കോട്ട്ലാൻഡിൽ നിന്നൊക്കെ എഴുതിയ തൊപ്പികളുണ്ട്. ഇതൊക്കെ നമുക്ക് ചൈനയിൽ നിന്ന് വാങ്ങണം. ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വെറുതെ 10 ഇരട്ടി പൈസ കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, പക്ഷേ സോവനീഴ്സ് തന്നെയാണ്. ഇതുവരെ ഡ്രസ്സിൻ്റെ ഇതാട്ടോ. ഇതൊരു ഡ്രസ് കോഡാണ് ഇവരെ. ഈ കളേഴ്സ്, ഈ ചെക്ക് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. അതതിൽ വരുന്നതാണ്. ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതെന്താണ്? ഡക്കൻ ഹൗസ് കാഫേ, വൈൻ സർവീസൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇത് തന്നെയാണ് പരിപാടി. വൈന്, കോഫി, സിഗരറ്റ് വലിക്കുക, എൻജോയ് ചെയ്യുക. ഫുൾ എൻജോയ് ചെയ്യൽ തന്നെ. വേറെ ഗുഹകൾ നമുക്ക് ഒരു പുത്തരിയല്ല. 200 ആയിരിക്കില്ല. പിന്നെ ഇവരെ കഥകളൊക്കെ 5000 കൊല്ലവും 4000 കൊല്ലമൊക്കെ. അതെ, റോമ സാമ്രാജ്യം, റോമൻ്റെ കാലഘട്ടത്തിലുള്ള ഇതുപോലത്തെ പണിയാണ് നമ്മളവിടെ കുറേ എടുത്തുവെച്ച് പോകുന്നത്. അങ്ങനെ നമ്മൾ ഗുഹയിലൂടെ ഒരു ഹോസ്റ്റലിലേക്ക് പോകും കേട്ടോ. എയിലെ പോയാലും കോട്ടകൾ, കൊട്ടാരങ്ങൾ. ഇതിൻ്റെ ഇതിൽ കൂടിയുള്ള ഒരു പാത്വേ. ഇതിവിടെയും കോഫി ഷോപ്പാട്ടോ. ഒരു 5 തട്ട് താഴെ കണ്ടങ്ങൾ ഫുള്ള് സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റ് കണ്ടില്ല നിങ്ങൾ? വാക്കിംഗ് സ്ട്രീറ്റ് ആട്ടോ. ആ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പുതിയത് കണ്ടുപിടിച്ചതൊന്നുമല്ല. നമ്മൾ ഈ 1000 കൊല്ലങ്ങൾക്ക് മുന്നേ ഇവർ വാക്കിങ്ങാരായിരുന്നു. അന്നൊന്നും നമ്മളെ നാട്ടിൽ എന്താ പറയുക, മുഴുപട്ടിണി അരപ്പട്ടിണിയായിട്ട് കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരിവിടെ വാക്കിംഗ് സ്ട്രീറ്റുമായിട്ട് നടന്നതാട്ടോ. നിങ്ങൾ അവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ? എന്തത് ഒന്നിനൊന്ന്. അതായത് ഒരു ബിൽഡിങ് കണ്ട് നമുക്ക് അതിശയം വരുമ്പോൾ
അടുത്ത ബിൽഡിങ്ങിൻ്റെ അതിശയത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല ശരിക്കും. ഈ കല്ലുകളൊക്കെ കണ്ടെങ്കിൽ നമ്മളെ ബാംഗ്ലൂർ മാത്രമേ ഇന്ത്യയിൽ ഇതുപോലത്തെ കല്ലുണ്ടാവുള്ളൂ, രാജസ്ഥാനിലും. അതിൻ്റെ അർത്ഥം എന്താണെന്നുണ്ടെങ്കിൽ ഈ പാറകളുണ്ടല്ലോ ഇവരെ ഈ പാറകൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ എവിടെ ഒരു സ്ഥലത്ത് ഇതേപോലെ കണ്ടിട്ടുണ്ട്. റോമാ കാലഘട്ടത്തിലുള്ളതാണോ എന്ന് സംശയമുണ്ട് ഈ ബിൽഡിങ്ങുകളൊക്കെ. അതായത് ഇവരെ കാലഘട്ടത്തിൻ്റെ മുമ്പേ ആ കാലഘട്ടത്തിലുള്ളതായിട്ടാണ് തോന്നുന്നത്. ഓരോ സ്റ്റെപ്പും കണ്ടോ തേഞ്ഞ് തീർന്ന മാതിരിയുണ്ട്. ഇപ്പോഴും ഇവിടെ ഒരു ലിഫ്റ്റ് പോലും ഇവർ വെച്ചിട്ടില്ല കേട്ടോ. ചൈനക്കാരെ കൈ കൊടുത്താൽ ആദ്യം ലിഫ്റ്റാണ് വരിക. കാസ്റ്റൽ വ്യൂ ഗിഫ്റ്റ് ഷോപ്പ്. ഓ, അവിടെ വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇവരെ 2 കുടിയല്ലാതെ ഒരു കുടി വേറെയുണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ? പല കുടികളാണ്, പല രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങളൊക്കെ ഇരുന്നു. അപ്പം നമ്മൾ എടുത്ത ഹോസ്റ്റലാണ് കേട്ടോ. കാസ്റ്റൽ റോക്ക് ഹോസ്റ്റൽ എന്നാണ് പേര്. നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവമായിരിക്കും കിട്ടുക. ഇവരൊക്കെ ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ പേരിലുള്ള ഫുള്ള് സെറ്റപ്പ് ഉണ്ട്. എന്താ പറയുക, നമ്മൾ ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. കാരണം പഴയ കാലഘട്ടത്തിൽ ഇവരെ ഭരണകാലഘട്ടത്തിലുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പുതിയ കാലഘട്ടത്തിനെക്കാടി ലുക്ക് നമ്മൾ ഏഷ്യക്കാർ കുറേ കണ്ടുപിടിക്കാറുണ്ട്. അതാണ് ബ്രിട്ടൻ. ഓക്കെ, സൈക്കിളൊക്കെ ഉള്ളിൽ കയറ്റിക്കൊണ്ടുവരാം കേട്ടോ. സൈക്കിളുകാരൻ വന്ന് സൈക്കിൾ ഉള്ളിൽ കൊണ്ടുപോയി സെക്യൂരിറ്റി തുറന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ്. സാൻഡപ്പൻ ഫുള്ള് സംസാരിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഫ്രീ വൈഫൈ ആണ്, എൻട്രൻസ് ഇതാണ്. ഒക്കെ ആ ഒരു പഴയ ബിൽഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. ബി സോഷ്യൽ, വൺ ടു മീറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, 4 പൗണ്ട് കൊടുക്കണം. ബാക്ക് പാക്കേഴ്സിൻ്റെ ഉണ്ട്. ഡോർ ഹാൻഡിൽ. ടുഡേ ഇവൻ്റ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എത്ര നമ്പർ പറഞ്ഞേ? 23. 23 ഇതാ, 23 ഇങ്ങോട്ടേക്ക്. ഇങ്ങോട്ടേക്ക്. എന്താണ് ഇതിലൊക്കെ വരച്ച് വെച്ച് കളിട്ടോ. നമ്മളിതാ 20. ഇതാണ് കേട്ടോ ജനറൽ ടോയ്ലറ്റ്. ഇതാണിപ്പോൾ നമ്മളെ ടോയ്ലറ്റ് വരുന്നത്. 23 അവിടെ ടോയ്ലറ്റ് ഒരു സംഭവം കേട്ടോ. ടോയ്ലറ്റ് ഒരു സംഭവമാക്കി വെച്ചിട്ട് അങ്ങനെ നമ്മളെ നമ്പർ 23 ഞാൻ അനുഗ്രഹത്തോട് കൂടിയിട്ട് തുറക്കട്ടെ. അങ്ങനെ അടിയിലെ ബെഡ് സാൻഡപ്പൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്ത് പ്രശ്നം എന്നറിയോ, ഇതിൻ്റെ മുകളിൽ സാൻഡപ്പൻ കയറിയിട്ട് ഞാൻ അടിയിൽ കിടന്ന് ഞാൻ പഞ്ഞിയായി പോവും. ഞാൻ മുയലൊക്കെ കിടന്നോളും. നമുക്ക് എൻ്റെ വിഷയമല്ല. നമ്മൾ തെങ്ങുമൽ ചാടിക്കയറുന്ന മാതിരി ചാടിക്കയറും ബെഡ്. ഇത് ഇത്രയും സൗകര്യം നമ്മൾ പറയുന്ന പോലെ വേറെ ഉള്ളതില്ല. പക്ഷെ വെറൈറ്റി ആണ് കേട്ടോ. അതെ, നമ്മൾ ഉറങ്ങാൻ വന്നതല്ലല്ലോ. അപ്പം നമ്മൾ ടോയ്ലറ്റ് വിശദമായിട്ട് കാണിക്കാം കേട്ടോ. ടോയ്ലറ്റ് ഇതൊക്കെ കുളിക്കാനുള്ള സ്ഥലം കേട്ടോ. നിരന്ന് കുളിക്കുക, ഫുള്ള് ഉടുത്താൻ കഴിച്ചിട്ട് കുളിക്കുക. ഇത് നമുക്ക് ബേസിന് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് സ്റ്റാഫ് ഓൺലിക്കുള്ളത് കേട്ടോ. പിന്നെ ഇതാ അടുത്ത സെറ്റപ്പ് ഫുള്ള് കളർഫുള്ളാണ്. പല്ലേക്കൽ, അതാക്കൽ, ഇതാക്കൽ, ടോയ്ലറ്റ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം നമ്മൾ ഇത് ഇത്രയും സൗകര്യം കേട്ടോ. ടോയ്ലറ്റ് സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സൗകര്യം തന്നെ. ഓ, ഇതൊരു ലോഞ്ച് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള കളിക്കാനുള്ളതുണ്ട്. ഇതാ കിച്ചൺ. ഇതാ ഇവിടെ കോഫി, ഷുഗർ, ഹോട്ട് ചോക്ലേറ്റ്. അവിടെ ഇതാ ഫ്രീ മിൽക്ക് ഉണ്ട് കേട്ടോ. ആ, മിസ്റ്റർ സാൻഡപ്പൻ ബ്രേക്ക്ഫാസ്റ്റ് 30 4 പെർ പേഴ്സൺ. പോളാർ കോഫി എല്ലാ സംഗതികളും ഉണ്ട്. അവിടെ നിന്ന ആൾക്കാരതുണ്ട്. വൃത്തിയായി കൊണ്ടുവരുന്ന സാൻഡപ്പൻ മിൽക്ക് ഫ്രീ. ഒരു കോഫി അടിക്കില്ല നമ്മൾ? അതെ, കോഫി അടിക്കാം. അങ്ങനെ ഇതാണ് സെറ്റിങ്സ് കേട്ടോ. സെറ്റല്ലേ? ഒക്കെ ഫുള്ള് സെറ്റില്ലേ? അതെ, കാപ്പി നമ്മൾ പഴവും പെന്നും വാങ്ങിക്കും, എന്നിട്ട് ഈ കാപ്പിയും. അപ്പോൾ ഒരു ദിവസം 10 യൂറോ അല്ല പൗണ്ട് നമ്മൾ സേവ് ചെയ്യും. എന്നെ കാണുമ്പോൾ കോഫി കുടിച്ച് മത്സരം നടത്തിയാലോ? ഇവിടെ നമുക്ക് മിൽക്ക് എത്ര വേണം ഫ്രീ ആട്ടോ. ഇതാ ബോട്ടിൽ കണക്കിന് വെച്ചിട്ടുണ്ട്. ഏത് ടൈപ്പ് മിൽക്ക് വേണമെങ്കിലും എടുക്കാം. കോഫിയിൽ ഇതാ കോഫി ഉണ്ട്, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, ചായ ഉണ്ട്. ഫുള്ള് ഫ്രീ, ടോട്ടൽ ഫ്രീ ആണ്. കളി ഫ്രീ ആണ്, എൻജോയ് ചെയ്യൽ ഫ്രീ ആണ്. ഇരിക്കൽ ഇതേപോലെ മീറ്റിങ്ങിനൊക്കെ ഇരിക്കാം. ഇത് സാൻഡപ്പന് ഇരിക്കുന്ന മാതിരി ബോസായിട്ടിരിക്കാം.
കുട്ടിയായിട്ട് ഇരിക്കാം, പാർട്ടി നടത്താം, ഇതേപോലെ നമ്മൾ കോട്ടൺ ടൈൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ എല്ലാ സംഗതിയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഇതങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇതൊരു ജനറൽ ഏരിയ ആണ്. ഇതേപോലെ മ്യൂസിക്കൽ ഏരിയ, അവിടെ ഒരു മ്യൂസിക്കൽ ഏരിയ. അതൊക്കെ ഒരു പഴയ തറവാട്ടിലേക്ക് നമുക്ക് പോയ ഒരു ആദ്യത്തുള്ള സ്ഥലത്തുള്ള ഒരു തറവാട്ടിൽ പോയ ഫീലിംഗ് കേട്ടോ. ചെയറൊക്കെ കണ്ടെങ്കിൽ ഇതൊരു ചെയറാട്ടോ. എങ്ങനെയുണ്ട്, സെറ്റപ്പല്ലേ? ഫുൾ അക്വേറിയം. ആ മൈൻഡുള്ള ആൾക്കാർക്ക് തിരക്കൊന്നും പറ്റില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്ത് 2 ദിവസം എടുത്ത് ഇവിടെ ഇരുന്ന് കുറേ കാപ്പിയൊക്കെ കുടിച്ച് പൈസ ഒക്കെ മുതലാക്കിയിട്ട് അയിലയിലൊക്കെ പോകണം. അതാണ് ഇവിടുത്തെ സിസ്റ്റം കേട്ടോ. ഇവിടെ മുകളിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അതെന്താന്ന് നോക്കാം നമുക്ക്. ഇവിടെ കിച്ചൺ ഇതാ, ഫുള്ള് കിച്ചണാട്ടോ. അടിപൊളി കിച്ചണാണ്. ഇവിടെ ഫുള്ള് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം, ഫുഡ് ഉണ്ടാക്കാനുള്ളത്, എവറിത്തിങ് അടിപൊളി സെറ്റപ്പാട്ടോ. ഇന്ന് കിച്ചൺ ഉണ്ടാക്കി ഞാനും സാൻ്റപ്പനൊന്ന് വിലസും ഇവിടെ ഫുള്ള്. ഓക്കെ, കുക്കിങ്ങിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അടിപൊളിയാണ്. ഒന്നും നോക്കാൻ്റെ മക്കളെ, പൈസ മുതലായി. സാൻ്റപ്പോ ഒന്നും നോക്കാല്ലേ, അടിപൊളി കിച്ചൺ. 3 കിച്ചൺ നമ്മളെ വീട്ടിലില്ല അമ്മാതിരി കിച്ചൺ. കാരണം എന്താ കഥ, നമ്മൾ പിന്നെ ഉണ്ടാക്കി കഴിക്കലായി പോകും. അമ്മാതിരി ഫെസിലിറ്റിയാ. സ്കോട്ട്ലാൻഡ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒരു മനോഹരമായ സ്ഥലമാണ്. മറ്റ് സ്ഥലങ്ങൾ പോലെയല്ല, പല ചരിത്രങ്ങളും കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡോടുകൂടി അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അടുത്ത അടിപൊളി കാഴ്ചകളായിട്ട്, സ്കോട്ട്ലാൻഡിൻ്റെ തനിയായ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡുകൾ വേണ്ടി വരും. നല്ല കാഴ്ചകളായിട്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാഴ്ചകൾ, സ്കോട്ട്ലാൻഡിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബായ്.